ദുരന്തം ആഴത്തിൽ മുറിവേൽപ്പിച്ച് വെള്ളാർമല സ്കൂളിലെത്തി പ്രധാനാധ്യാപകൻ ഉണ്ണികൃഷ്ണൻ. ദുരന്തം കവർന്നെടുത്ത പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് വിതുമ്പിക്കരഞ്ഞ് അവരുടെ പ്രിയ അധ്യാപകൻ എല്ലാവരുടെയും നീറ്റലായി. പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ ഇടം തന്നെ പ്രകൃതി കൊണ്ടുപോയി. ഇതിൽ കൂടുതൽ നമ്മൾ എന്തു പറയാനാ? ജോലി ചെയ്യുക, അവനവൻ്റെ ജോലി ചെയ്യുക, വീട്ടിൽ പോവുക. അതിലപ്പുറം ഒരു അധ്യാപകൻ ഒരു സ്കൂളിൽ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ജോലി ചെയ്യുക, വീട്ടിൽ പോവുക, ജോലി ചെയ്യുക, വീട്ടിൽ പോവുക, അതുമാത്രം മതി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങളൊക്കെ അങ്ങനെ ഇവിടുന്ന് പോകുന്ന രാവിലെ 7:30 വരും. കേരളത്തിൽ എവിടെയെങ്കിലും 7:30 പഠിത്തം തുടങ്ങുന്ന സ്കൂളുണ്ടോ? ഇവിടെയൊക്കെ ഇരുന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും. മക്കളോട് പറയും, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാണ്. ഈ പുഴയോരത്ത് ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്ത് ആർക്കാ കിട്ടുക? ഒരുപാട് അഹങ്കരിച്ച് ഞങ്ങൾ ഒരുപാട്, അതിനെല്ലാം കിട്ടി. എല്ലാത്തിനും കിട്ടി. ഒന്നുമില്ല സാറേ, എനിക്ക് പറയാൻ ഒന്നുമില്ല. അങ്ങേറ്റം വേദന ഉണ്ടാക്കുന്നതാണ്. ആദ്യ പ്രതികളിൽ തന്നെ എൻ്റെ മക്കളൊക്കെ പോയല്ലോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കരഞ്ഞുകൊണ്ടുള്ള പ്രതികരണം. പിന്നീട് എപ്പോൾ പ്രതികരണത്തിന് വിളിച്ചാലും അദ്ദേഹം തൊണ്ടയിടറിയില്ലാതെ സംസാരിച്ചിട്ടില്ല. അത്രമേൽ ആഴത്തിൽ അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ബാധിക്കാനുള്ള കാരണം ആ സ്കൂളുമായി നാടുമായൊക്കെ ഇഴുകി ചേർന്ന് അങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ സ്വാഭാവികമാണ് ആ തളർച്ച. വിജയകുമാർ. ഹാഷ്മി, ഇവിടെ ഞാൻ ഈ സ്കൂളിൽ രാവിലെ വന്നപ്പോൾ എന്നോട് ഇവിടുത്തെ ഒരു അധ്യാപകനുണ്ട്, മനോജ് മാഷിനെ ഞാൻ രാവിലെ വിളിച്ചിരുന്നു. അപ്പോൾ മനോജ് മാഷ എന്നോട് പറഞ്ഞു, ഞങ്ങൾ സ്കൂളിലൊന്ന് വരുന്നുണ്ട്, ഉണ്ണികൃഷ്ണ മാഷിനെയും കൊണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ മനോജ് മാഷുമായിട്ട് എൻ്റെ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. കാരണം ഉണ്ണികൃഷ്ണ മാഷ് ഈ ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് ഞാൻ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് സഹിക്കാൻ പറ്റുമോ എന്നെനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ മാഷ് ഈ സ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ മാഷിൻ്റെ കൈ പിടിച്ച് അവർ കൊണ്ടുവരുമ്പോൾ തന്നെ മാഷ് ഏതാണ്ട് താഴേക്കിരിക്കാൻ അല്ലെ വീഴാൻ പോകുന്ന മട്ടിലേക്കായിരുന്നു. ഈ സ്കൂളിൻ്റെ ഈ വരാന്തയിലേക്ക് കയറിയത് മാഷം കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന അധ്യാപകരെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മളൊരു കൊച്ചുകുട്ടി എങ്ങനെയാണോ കരയുന്നത് അതുപോലെ എങ്ങലടിച്ച് കരയുകയാണ്. മാഷ് എന്തൊക്കെയോ കരയുന്നതിനിടയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അധ്യാപകർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ദൃശ്യങ്ങൾ എടുക്കണ്ട, ഇത് മാഷിൻ്റെ വീട്ടിലൊക്കെ എല്ലാവരും കാണും. അപ്പോൾ നമ്മളിങ്ങനെ പിന്നോട്ട് മാറുകയും ചെയ്തു. അതിനുശേഷം മാഷ് പിന്നെയും ഇത് തന്നെ പറയുന്നു, മക്കളെ പറ്റി പറയുന്നു, സ്കൂളിനെ പറ്റി പറയുന്നു. അതിനിടയിൽ മാഷ് പറയുന്നുണ്ടായിരുന്നു, ഈ അധ്യാപികമാരോടൊന്നും ഇങ്ങോട്ട് വരണ്ടെന്ന് പറയണം, അവർക്കൊന്നും ഇത് കാണാനുള്ള ശേഷി ഉണ്ടാവില്ല, അതുകൊണ്ട് അവരെ ആരും ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് ഈ മനോജ് മാഷിനോടും കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകനോടും പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം മാഷ് സ്കൂളിൻ്റെ വരാന്തയിലൂടെ പയ്യെ നടന്നു. പിന്നീടാണ് ഞാൻ മാഷുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ ഞാൻ മാഷിനോട് ഈ സ്കൂളിൻ്റെ കാര്യം, ഇപ്പോൾ ഈ ഇവിടുത്തെ കുട്ടികൾ പ്രകൃതി സംരക്ഷണത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, ഈ സ്കൂൾ മാഗസിനിൽ ഈ ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ കാര്യങ്ങൾ അവർ മുന്നറിയിപ്പ് നൽകിയതൊക്കെ പറഞ്ഞപ്പോഴാണ് മാഷ് ഈ സ്കൂളിൻ്റെ ഓരത്ത് ഈ വെള്ളാരം കല്ല് പാകിയ ഈ സ്കൂളിൻ്റെ ഈ പുഴയുടെ തീരത്തിരുന്ന് പാഠങ്ങൾ പഠിച്ച കാര്യം, കുട്ടികളെ പഠിപ്പിച്ച കാര്യമൊക്കെ ഓർത്തെടുത്തത്. വീണ്ടും മാഷ് അങ്ങ് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ മാഷിന് കരയാതെ എന്തെങ്കിലും ഒരു വാക്ക് പോലും പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 18 വർഷമായി മാഷ് ഇവിടെയുണ്ട്. ആലപ്പുഴ അമ്പലപ്പുഴ സ്വദേശിയാണ് മാഷ്. 18 വർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 1.5 പതിറ്റാണ്ട് ഒരു സ്ഥലത്ത് പഠിപ്പിക്കുകയാണ്. മാഷ് പറയാണ്, രാവിലെ 7:30 വരും, രാത്രി 8 മണിക്കോ 9 മണിക്കൊക്കെ ഇവിടുന്ന് പോകും. അങ്ങനെയാണ് ഈ ജോലിയെ, ഈ സ്കൂളിനെ, ഈ കുട്ടികളെ, സഹപ്രവർത്തകരെ, ഈ നാടിനെയൊക്കെ മാഷ് സ്നേഹിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് താങ്ങാൻ കഴിയില്ല. ഞാൻ നിൽക്കുന്നത് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വരാന്തയിലാണ്. എനിക്ക് മുന്നിൽ കാണുന്നതാണ് ആ പുഴ. എനിക്ക് മുന്നിൽ കാണാം, പുഴയല്ല, ആ പുഴ ഇപ്പോൾ തോന്നിയതുപോലെ, ആ പുഴയ്ക്ക് ഇഷ്ടമുള്ള പോലെ ഒഴുകിയത്. പണ്ട് ഈ പുഴ ഒഴുകിയത് ഇപ്പോൾ JCBയും കിടക്കുന്നതിനപ്പുറം ആ തേയിലത്തോട്ടത്തിൻ്റെ സൈഡിലൂടെ മനോഹരമായ, അതിന് വെള്ളാരം കല്ലായിരുന്നു അതിൻ്റെ സൈഡിലാകെ, അതിലൂടെയാണ് ഒഴുകിയത്. മാഷ് പറഞ്ഞതുപോലെ അതിൻ്റെ തീരത്തിരുന്ന് ഭാഗ്യം ചെയ്ത മക്കൾ എന്താണ് മാഷ് അവരെ വിശേഷിപ്പിച്ചത്. അവർ പഠിച്ചത് അവിടെ ഇരുന്നാണ്, കൂടുതൽ കാലത്തും പഠിച്ചത് വേനൽക്കാലത്തൊക്കെ അവിടെ ഇരുന്നാണ് പഠിച്ചത്.